യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി വർഷത്തിൽ അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക ദേവാലയത്തിൽ 40 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തപ്പെട്ടു. തുടർന്ന് അർത്തുങ്കൽ ബസിലിക്കയിൽ നിന്ന് കടൽ തീരത്തെ കുരിശടിയിലേക്ക് പ്രദക്ഷിണം നടന്നു. ബസിലിക്കയിൽ നടന്ന 40 മണിക്കൂർ പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയുടെ സമാപനത്തെ തുടർന്ന് നടന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. 40 മണിക്കൂർ നീണ്ട ആരാധന വളരെ അനുഗ്രഹപ്രദമായ നിമിഷങ്ങളായിരുന്നുവെന്ന് അർത്തുങ്കൽ ബസിലിക്ക റെക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ പറഞ്ഞു. ഞങ്ങൾ 3 നിയോഗങ്ങൾ ഈ പ്രാവശ്യം മുമ്പോട്ട് വെച്ചിരുന്നു. ഒന്ന്, രൂപതയുടെ 73ാം വാർഷികത്തിൻ്റെ നന്മകൾ, കർത്താവിൻ്റെ മഹാജൂബിലിയുടെ വാർഷികം, അതുപോലെ തന്നെ ജനുവരി പെരുന്നാളിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഈ പ്രാവശ്യവും ചെയ്തു. ഈ അർത്തുങ്കൽ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റോഡ് ക്രോസ് ചെയ്ത് ആൾക്കാർ നടന്ന് അവിടെ കുരിശടി വരെ പോയി ദിവ്യകാരുണ്യ പ്രൊസഷൻ വയ്ക്കുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 55 സ്നേഹസമൂഹങ്ങളാണുള്ളത്, കുടുംബ കൂട്ടായ്മകൾ. അത് അവർക്ക് ഓരോ സ്ഥലം നിശ്ചയിച്ചു കൊടുക്കുകയും നിശ്ചിത സ്ഥലത്ത് അവർ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട പിക്ചറുകളോ അല്ലെങ്കിൽ അതുപോലെ പെയിൻറ്റിങ്ങുകളോ അല്ലെങ്കിൽ പ്രത്യേക അലങ്കാരങ്ങളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ആദ്യത്തെ ഒരു സംരംഭമാണ്. ദൈവാനുഗ്രഹപ്രകാരം എല്ലാം നന്നായി നടന്നു. ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണത്തിന് അർത്തുങ്കൽ ബസിലിക്ക റെക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ, ഫാദർ ജോസഫ് അൽഫോൺസ് കൊല്ലാംപറമ്പിൽ, ഫാദർ ജീസൺ ജോസ് ചിറ്റാന്തറ, ഫാദർ ടിനു തോമസ് പടപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രദക്ഷിണം കടന്നുപോയ വഴിയുടെ ഇരുവശങ്ങളിലും 55 കുടുംബ യൂണിറ്റുകളുടെ 55 പരിശുദ്ധ കുർബാനയുടെ അനുസ്മരണ പ്ലോട്ടുകളും അലങ്കരിച്ചിരുന്നു. പള്ളി കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാർ, യൂണിറ്റ് അംഗങ്ങൾ, അൾത്താരബാലന്മാർ, ഇടവകാംഗങ്ങൾ, ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാൾ പ്രസുതേന്തിമാർ, പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ പ്രസുതേന്തിമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഷെക്കൈന ന്യൂസ്, ആലപ്പുഴ.